അങ്ങനെ ഇവിടുത്തെ ബാർബിക്യൂ കോമ്പറ്റീഷൻ്റെ ഡേ ആയി. ബാർബിക്യൂ ആയതുകൊണ്ട് പോകാൻ ഞങ്ങൾക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. ചിക്കനും പോർക്കും എല്ലാം ബാർബിക്യൂ ചെയ്യണുണ്ടായിരുന്നെങ്കിലും കോമ്പറ്റീഷന് പോർക്ക് മാത്രമായിരുന്നു കൺസിഡർ ചെയ്യണേ. അപ്പം ഞാൻ ഈ അപ്പൂപ്പൻ്റെ അടുത്ത് പോയി കുറച്ച് നേരം അതൊന്ന് ചെയ്ത് നോക്കി. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ ഫോട്ടോഗ്രാഫർ ഞങ്ങളുടെ എല്ലാം ഫോട്ടോസൊക്കെ എടുത്ത് പുള്ളിയുടെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തു. പിന്നെ കഴിഞ്ഞ ദിവസം നടന്ന പോലെ തന്നെ എല്ലാവരും ഇന്നും ഞങ്ങളുടെ ടെൻറ്റിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് അവരുണ്ടാക്കിയ ഫുഡെല്ലാം ഞങ്ങൾക്ക് തന്നു. പിന്നെ ഇവിടുത്തെ ഫുഡിനൊന്നും പൊതുവെ അധികം സ്പൈസ് ഒന്നുമില്ല, പക്ഷേ ഇതിനെല്ലാം അത്യാവശ്യം സ്പൈസ് ഉണ്ടായിരുന്നു. ഇതാണ് റാക്കിയ. ഇത് ഇവിടുത്തെ നാടൻ ആൽക്കഹോളിക് ഡ്രിങ്ക് ആണ്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ പ്ലമ്മിൽ നിന്ന്, ഗ്രേപ്സിൽ നിന്ന്, പിന്നെ ഏതൊക്കെയോ ടൈപ്പ് പുല്ലിൽ നിന്നൊക്കെ ഇതുണ്ടാക്കും. ഇതിൻ്റെ ആൽക്കഹോൾ കണ്ടൻറ്റ് 40% വരെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം സ്ട്രോങ് ആണ്. ഇവിടെ ഉള്ളവർ ഇതൊരു അപ്പറ്റൈസറായിട്ട് യൂസ് ചെയ്യും. അതായത് ഒരു മീലിന് മുമ്പ് ഇത് കഴിച്ച് കഴിഞ്ഞാൽ നല്ല വിശപ്പായിരിക്കും. ബാർബിക്യൂ ചെയ്ത സാധനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നതുകൊണ്ട് ഞങ്ങളുടെ വിശപ്പ് അങ്ങ് ബാലൻസ് ആയിപ്പോയി. ഫുഡ് ഇങ്ങനെ പല രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് അതിൻ്റെ കോമ്പറ്റീഷനും ഇവിടെ ഉണ്ടായിരുന്നു. ത്രൂ ഔട്ട് അവിടെ ലൈവ് മ്യൂസിക് ഉണ്ടായി. അപ്പോൾ വർത്താനം പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് സമയം പോയത് അറിഞ്ഞില്ല. ഇത് ഓരോന്ന് ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ കോളേജിൽ തന്നെയുള്ള ഒരു സ്റ്റുഡൻ്റാണ്. പിന്നെ എനിക്കിത് ഇവിടെ നിന്ന് കിട്ടിയ ഒരു കുഞ്ഞു കൂട്ടുകാരനാണ്. ലാസ്റ്റ് ഞങ്ങൾ പോണതിന് മുമ്പ് പ്രൈസ് കിട്ടിയ കപ്പിൽ ഡ്രിങ്ക്സ് ഒഴിച്ച് ആഘോഷിക്കണതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോ. ബൈ ബൈ.